എന്റെ അച്ഛനെ അവർ എന്തിനാണ് കൊന്നത്? എന്റെ അച്ഛൻ ആരെയും ഉപദ്രവിക്കാത്തയാളാണ്. മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പരിസരത്ത് നിന്ന് 8ാം ക്ലാസ്സുകാരി ഹൃദയയുടെ ഹൃദയം നുറുങ്ങുന്ന വാക്കുകളാണിത്. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ എല്ലാ പ്രതികൾക്കും തൂക്കുകയർ വിധിച്ച ശേഷമുള്ള ആ പെൺകുട്ടിയുടെ ചോദ്യങ്ങൾ കേരളത്തിന്റെ മനസ്സാക്ഷിയോടാണ്. ഹൃദയെപ്പോലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അനാഥരാക്കപ്പെട്ട ഒട്ടേറെ കുട്ടികളുണ്ട്. വിധവകളായ നിരവധി സ്ത്രീകളുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള കൊല്ലും കൊലയും കേരളത്തെ ഇനിയും ചോരക്കളമാക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ തുടങ്ങുന്നു. സ്വാഗതം. ആലപ്പുഴ വെള്ളക്കിണറിലെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീട്ടിലെ ചോരപ്പാടുകൾ മാഞ്ഞെങ്കിലും മുറിവേറ്റ മനസ്സുമായി കോടതിക്ക് പുറത്ത് വിധി കേൾക്കാൻ കാത്തിരുന്ന അമ്മയും ഭാര്യയും മകളും. രാവിലെ 11 മണിക്ക് മുൻപേ മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയും പരിസരവും മാധ്യമങ്ങളെ കൊണ്ടും BJP പ്രവർത്തകരെ കൊണ്ടും നിറഞ്ഞിരുന്നു. ശിക്ഷ വിധിക്കുന്ന സാഹചര്യത്തിൽ കോടതി പരിസരത്ത് ശക്തമായ പോലീസ് സുരക്ഷ. 15 പ്രതികളിൽ 14 പേരും വിധി കേൾക്കാൻ കോടതിയിലെത്തി. 11:15 വിധി പ്രസ്താവം. മനസാക്ഷിയെ മരവിപ്പിച്ച രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ. പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം അംഗീകരിച്ചാണ് കോടതി ശിക്ഷ പ്രഖ്യാപിച്ചത്. സംസ്ഥാന പോലീസിനും അഭിമാനിക്കാവുന്ന വിധിയാണിത്. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിൽ അത്യപൂർവമായൊരു വിധിയാണ് ഇന്ന് മാവേലിക്കര സെഷൻസ് കോടതി 1 ഉണ്ടായിരിക്കുന്നത്. സെഷൻസ് ജഡ്ജ് VG ശ്രീദേവിയാണ് ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ 15 പ്രതികൾക്കും തൂക്കുകയർ വിധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. കഴിഞ്ഞ ദിവസം ഈ പ്രതികളെല്ലാം കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരുന്നു. ഈ പ്രതികൾക്ക് ശിക്ഷയിന്മേലുള്ള വാദവും പൂർത്തിയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ വിധി പറഞ്ഞത്. ഇതിൽ 10ാം പ്രതി ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. എല്ലാ പ്രതികൾക്കും ഈ വിധി ബാധകമാകുന്ന തരത്തിലാണ് ഇന്ന് കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രോസിക്യൂഷന്റെ വലിയൊരു വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ കേസിൽ മുന്നോട്ട് വെച്ച കൊലപാതകം നേരത്തെ തന്നെ തെളിഞ്ഞതാണ്. അതിനൊപ്പം തന്നെ ക്രിമിനൽ ഗൂഢാലോചന 120B തെളിഞ്ഞു എന്നുള്ളത് സാധാരണഗതിയിൽ അത്രത്തോളം എളുപ്പമുള്ളതല്ല. അതും തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഈ കേസിന്റെ ഒരു പ്രത്യേകതയാണ്. തീർച്ചയായും പ്രോസിക്യൂഷന് അഭിമാനകരമായ ഒരു വിധിയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ കണ്ട കാലം മൊത്തം പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ള കേസിൽ ഈ പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുള്ള തെളിവുകളെല്ലാം കോടതി സ്വീകരിച്ചു. അതുകൂടാതെ അപൂർവങ്ങളിൽ അപൂർവമായ കേസിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഈ കൊലക്കേസ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദവും കോടതി പൂർണ്ണമായും സ്വീകരിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പ്രതികളെയും മരണം വരെ തൂക്കിലേറ്റാൻ കോടതി വിധിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷൻ കോടതിയിൽ വിജയിച്ചു എന്നതിനപ്പുറത്തേക്ക് പോലീസിന്റെ വലിയൊരു വിജയം കൂടിയാണ് ഇതെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കേരള പോലീസ് തുടക്കം മുതൽ നിരവധി തെളിവുകൾ ഈ കേസിൽ നിരത്തി. CCTV അടക്കമുള്ള കൃത്യമായ തെളിവുകളുണ്ടായിരുന്നു. ഈ 12 പ്രതികൾ ഈ കൃത്യം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നത് അടക്കമുള്ള അവർ മടങ്ങിപ്പോകുന്ന അടക്കമുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 പ്രതികളുടെ ഫിംഗർ പ്രിന്റ് അടക്കമുള്ള തെളിവുകൾ, അങ്ങനെ ശാസ്ത്രീയ തെളിവുകളെല്ലാം ഉള്ളൊരു കേസ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വധശിക്ഷയിലേക്ക് എത്തിയതെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും പോലീസിന്റെയും വലിയൊരു അന്വേഷണ സംഘത്തിന്റെയും വലിയൊരു വിജയമായി ഈ കേസ് മാറിയിരിക്കുകയാണ്. പ്രതികളെ പിടിക്കുക എന്നുള്ളപ്പം തന്നെ അതിനും വളരെ വലിയൊരു ഉദ്യമം തന്നെയാണ് ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിലും വളരെ കാര്യക്ഷമമായ എഫേർട്ടാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയത്. അപ്പോൾ അതിൻ്റെ നേരത്തെ ഒരു കുറ്റക്കാരാണെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വിധി പ്രസ്താവന ഉണ്ടായി. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഫൈനൽ വിധി ഒന്നാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല ഇത് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ഒരു വാദമുണ്ടായിരുന്നത്. TP ചന്ദ്രശേഖരൻ കേസ്, ഒപ്പം തന്നെ ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസ്. കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിൽ കൊലപാതകമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് അപൂർവമായ കേസല്ല എന്നായിരുന്നു വാദം. മാത്രമല്ല രാഷ്ട്രീയ കൊലപാതകമല്ലെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഷാൻ കൊലക്കേസിന് തൊട്ടു പിന്നാലെ ഉണ്ടായ പ്രകോപനമാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പക്ഷേ കോടതി ഇത് അംഗീകരിച്ചില്ല. അതിന് പ്രധാന കാരണമായി എടുത്തു പറയാനുള്ളത് ഇത് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് 3ാം പ്രതി അനൂപിന്റെ ഭാര്യയുടെ ഫോണിൽ
കൊല്ലേണ്ടവരെ ഇനി ആരെയൊക്കെ കൊല്ലണം എന്ന ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ രഞ്ജിത്ത് ശ്രീനിവാസന്റെ പേരും ഉണ്ടായിരുന്നു. അതായത് ഇത് മുന്നേ തയ്യാറാക്കിയതാണ് എന്നുള്ളതും ശാസ്ത്രീയമായി തെളിയിക്കാൻ കോടതിയിൽ പോലീസിനായി എന്നുള്ളതാണ് ഒരു ശ്രദ്ധേയമായ കാര്യം. മാത്രവുമല്ല, അറും കൊലയാണ് നടന്നത്. അമ്മയുടെയും മകളുടെയും ഭാര്യയുടെയും മുന്നിലിട്ട് അവർ കെഞ്ചി കേണപേക്ഷിച്ച് കൊല്ലരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടും കൊലപാതകം നടത്തി. ഈ മൃതദേഹത്തിന്റെ അടക്കമുള്ള ചിത്രങ്ങളടക്കം കോടതി നേരത്തെ പരിശോധിച്ചിരുന്നു. അത്രത്തോളം വലിയൊരു കൊലപാതകം തന്നെയാണ് ഉള്ളത്. മാത്രവുമല്ല, ഇതിൽ വധശിക്ഷയിലേക്ക് എത്തിയത് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ തെളിവുകൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായത് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 മാവേലിക്കര. എന്റെ അച്ഛനെ അവർ എന്തിനാണ് കൊന്നത്? എന്റെ അച്ഛൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. രാഷ്ട്രീയ വിരോധം കാരണം എതിരാളികളുടെ ജീവനെടുക്കുന്നവരുടെ കണ്ണു തുറപ്പിക്കുമോ ഹൃദയ എന്ന പെൺകുട്ടിയുടെ ചോദ്യം. കൊല്ലപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഇളയ മകളാണ് ഹൃദയ. 15 പ്രതികൾക്കും വധശിക്ഷ ലഭിച്ചപ്പോൾ അതീവ സംതൃപ്തിയോടെയാണ് കുടുംബം കോടതി പരിസരത്തു നിന്നും മടങ്ങിപ്പോയത്. അത്യപൂർവമായ കേസായി കോടതി പരിഗണിച്ചെന്നും പോലീസ് മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചതെന്നും കുടുംബം പ്രതികരിച്ചു. എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു. എന്തേലും പ്രതികാരം ഉണ്ടെങ്കിൽ പ്രതികാരമുള്ളവർ ചെയ്യണം. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛൻ എന്തിനാ ഒരു കൊല്ലുന്നത്? എൻ്റെ അച്ഛൻ ആരും ഉപദ്രവിക്കാത്ത ഒരാളാണ്. ഉറുമ്പിനെ പോലും അച്ഛൻ അറിഞ്ഞോട് ഉപദ്രവിച്ചിട്ടില്ല. അച്ഛൻ അത്രയും ക്രൂരമായിട്ട് കൊല്ലാനും വേണ്ടി എന്ത് പകയാ അച്ഛൻ ചെയ്ത്? ഒരു കാരണവും ഇല്ല. മാവേലിക്കര കോടതി വളപ്പിൽ നിന്നുയർന്ന ഈ ചോദ്യം സമൂഹ മനസാക്ഷിയെ ആകെ പൊള്ളിക്കുന്നതാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഹൃദയ എന്ന പെൺകുട്ടി അച്ഛന്റെ കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ചത്. ഹൃദയയുടെ ചേച്ചിയും അമ്മ അഡ്വക്കേറ്റ് ലിഷയും രഞ്ജിത്തിന്റെ അമ്മയും സഹോദരനുമടക്കം വിധി കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു. കൺമുമ്പിലെ അരുംകൊലയുടെ നടുക്കം വിട്ടുമാറിയിട്ടില്ലെങ്കിലും പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിച്ചതിന്റെ സംതൃപ്തിയിലാണ് കുടുംബം. 770 ദിവസമായുള്ള കാത്തിരിപ്പിനാണ് അവസാനമായതെന്ന് രഞ്ജിത്തിന്റെ ഭാര്യ പ്രതികരിച്ചു. കുടുംബത്തിനുണ്ടായ നഷ്ടം ഏറെ വലുതാണെന്നും അഡ്വക്കേറ്റ് ലിഷ. കണ്ണടച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡൈനിങ് റൂമിൽ കയറുമ്പോഴും ഞങ്ങൾക്ക് ആ സ്ഥലത്ത് ചവിട്ടാൻ പോലും പറ്റുന്നില്ല. അയ്യോ, എൻ്റെ ഏട്ടൻ വീണ് കിടന്ന സ്ഥലമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആ സ്ഥലം ചവിട്ടാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഞങ്ങൾക്ക് ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് മുറിയിൽ കയറുമ്പോഴത്തേനും ഓർമ്മകൾ ഇങ്ങനെ. അതുകൊണ്ട് ലൈഫ് ലോങ് ഈ ട്രോമ ഞങ്ങളെ അങ്ങനെ തന്നെ പിന്തുടരും. പക്ഷെ അതിനിടയിലും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ശക്തിയോളം യഥാർത്ഥ പ്രതികളെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി നിയമത്തിന് മുന്നിൽ. ആ ഒരു കാര്യം കോടതി സത്യം കണ്ടെത്തുകയും ചെയ്തു. കേസ് അത്യപൂർവമായതാണെന്നും വിധിയിൽ സംതൃപ്തിയുണ്ടെന്നും രഞ്ജിത്തിന്റെ അമ്മയും സഹോദരനും വ്യക്തമാക്കി. ഞങ്ങളുടെ നഷ്ടം തന്നെയാണ്, ജീവിതകാലം മുഴുവനുള്ള നഷ്ടം. എന്നാലും അവർക്ക് ശിക്ഷ കിട്ടിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. മോളും കാണും, മോളും കണ്ടിട്ടേ പോകുള്ളൂ. അമ്മയ്ക്ക് അതിനുള്ള ആയുസ് ഉണ്ടാവില്ല, പക്ഷെ മോളത് കണ്ടേ പോകുള്ളൂ. കാണണം, ദൈവം കാണിക്കണം. അത് ഈ വിടവെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും പിന്നെ ഓരോ മിനിറ്റിലും നമുക്ക് ഇപ്പോഴും എൻ്റെ ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സ്ഥിരം വീട്ടിലുണ്ടാകാറില്ല. അപ്പോൾ ഇപ്പോഴും ഏതോ മീറ്റിങ്ങിന് പോയി വൈകുന്നേരം തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായി നടന്ന 3 രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒടുവിലത്തേതായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം. 2021 ഫെബ്രുവരി 24 വയലാറിൽ RSS പ്രവർത്തകൻ R നന്ദുകൃഷ്ണ കൊല്ലപ്പെട്ടു. പ്രതികാരമെന്ന വിധം ഡിസംബർ 18 രാത്രി SDPI സംസ്ഥാന സെക്രട്ടറി KS ഷാനെ മണ്ണഞ്ചേരിയിൽ കൊലപ്പെടുത്തി. പിറ്റേന്ന് പുലർച്ചെയാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. DYSP NR ജയരാജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വിവിധ ജില്ലകളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 മാവേലിക്കര. കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 15 പ്രതികൾക്ക് ഒന്നിച്ച് വധശിക്ഷ വിധിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രതികൾക്ക് വധശിക്ഷ വിധിച്ച രാജ്യത്തെ 4ാമത്തെ കേസ് കൂടിയാണ് ആലപ്പുഴയിലെ BJP നേതാവും അഭിഭാഷകനുമായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ സംഭവം. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് മാത്രമല്ല, ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്കും എന്തുകൊണ്ടാകാം കോടതി തൂക്കുകയർ വിധിച്ചത്. രാഷ്ട്രീയ കൊലപാതകത്തിനപ്പുറം കൊലപ്പെടുത്തിയ രീതി മുതൽ പ്രതികളുടെ പശ്ചാത്തലം വരെയും കേസിൽ നിർണായകമായി.
ഒരു രാഷ്ട്രീയ കൊലപാതകത്തിനപ്പുറം അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കാൻ കാരണങ്ങൾ പലതുണ്ട്. കേസിലെ 15 പ്രതികളിൽ 8 പേർ കുറ്റകൃത്യങ്ങളിൽ നേരിട്ട് പങ്കെടുത്തവർ. 9 മുതൽ 12 വരെയുള്ള പ്രതികൾ വീടിന് പുറത്ത് മാരകായുധങ്ങളുമായി കാവൽ നിന്നു എന്നതിനാൽ അവരും കൊലക്കുറ്റത്തിന് ശിക്ഷാർഹരാണ്. 13 മുതൽ 15 വരെയുള്ള പ്രതികൾ ഗൂഢാലോചനയിൽ പങ്കാളികൾ. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 15 പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും മുന്നിലിട്ട് നിരപരാധിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികൾ യഥാർത്ഥത്തിൽ 3 കൊലപാതകമാണ് നടത്തിയത്. അമ്മയ്ക്കും ഭാര്യയ്ക്കുമുണ്ടായ മാനസിക ആഘാതം കൊലപാതകത്തെക്കാൾ ഭയാനകമാണ്. വായ്ക്കരിയിടാൻ പോലും പറ്റാത്ത രീതിയിൽ മുഖം വികൃതമാക്കിയിരുന്നു. പ്രതികൾക്ക് നിസാര ശിക്ഷ നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നതിനാൽ വധശിക്ഷ നൽകണമെന്ന വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. പ്രതികളുടെ പശ്ചാത്തലം കൂടി കോടതി പരിഗണിച്ചു. ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായി നടന്ന 3 രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒടുവിലത്തേതായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസന്റേത്. രഞ്ജിത്തിനെ വധിക്കാൻ പ്രതികൾ 3 തവണ ഗൂഢാലോചന നടത്തി. പ്രതികളെല്ലാം SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായതിനാൽ ഈ കേസിന് തീവ്രവാദ സ്വഭാവം കൂടിയുണ്ട്. കൊലപാതകത്തിനായി പ്രതികൾക്ക് പരിശീലനം ലഭിച്ചിരുന്നുവെന്നും കൊലപ്പെടുത്താൻ പട്ടിക തയ്യാറാക്കിയിരുന്നുവെന്നും വ്യക്തമാണ്. കേസിലെ 3-ാം പ്രതി അനൂപിന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ മൊബൈൽ ഫോണിൽ നിന്ന് പ്രതികൾ കൊലപ്പെടുത്താൻ തീരുമാനിച്ചവരുടെ പട്ടിക പോലീസിന് ലഭിച്ചിരുന്നു. അതിലെ 1-ാം പേരുകാരനായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ പട്ടികയിലുള്ള മറ്റുള്ളവരെ കൊലപ്പെടുത്താൻ പ്രേരണയുണ്ടാകുമെന്നുള്ള വാദം കൂടി കോടതി അംഗീകരിക്കുകയായിരുന്നു. വധശിക്ഷ വിധിച്ചെങ്കിലും അത് നടപ്പിലാക്കാൻ നടപടിക്രമങ്ങൾ ഏറെയാണ്. കേരളത്തിൽ വധശിക്ഷ കാത്ത് നിലവിൽ 36 പേർ വിവിധ ജയിലുകളിൽ കഴിയുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ശിക്ഷ പ്രഖ്യാപിച്ച അതേ ദിവസം അത്രയ്ക്കങ്ങ് ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കേസ് കൂടിയുണ്ട്. ഇടുക്കി പൂപ്പാറയിൽ ഇതര സംസ്ഥാനക്കാരിയായ 14-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവം. കേസിൽ 3 പ്രതികൾക്ക് കോടതി 90 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു. പൂപ്പാറ സ്വദേശികളായ സുഗന്ധ്, ശിവകുമാർ, സാമുവൽ എന്നിവരെയാണ് ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. കേസിലെ 6 പ്രതികളിൽ ഒരാളെ വെറുതെ വിട്ടിരുന്നു. പ്രായപൂർത്തിയാകാത്ത 2 പേരുടെ വിചാരണ തൊടുപുഴ കോടതിയിലാണ്. മെയിലാണ് സംഭവം. ഇടുക്കി പൂപ്പാറയിൽ സുഹൃത്തുമൊത്ത് തേയിലത്തോട്ടത്തിലെത്തിയ പെൺകുട്ടിയെ പൂപ്പാറ സ്വദേശികളായ പ്രതികൾ പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്നയാളെ ക്രൂരമായി മർദ്ദിച്ച ശേഷമായിരുന്നു പീഡനം. സംഭവത്തിൽ പ്രായപൂർത്തിയാവാത്ത 2 പേർ ഉൾപ്പെടെ 6 പ്രതികൾ ആണ് ഉണ്ടായിരുന്നത്. കൃത്യത്തിന് സഹായം ചെയ്ത 4-ാം പ്രതിയെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കോടതി വെറുതെ വിട്ടു. 1 മുതൽ 3 വരെ പ്രതികളായ സുഗന്ധ്, ശിവകുമാർ, സാമുവൽ എന്നിവർക്ക് ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി PS സിറാജുദ്ദീൻ 90 വർഷം തടവ് വിധിച്ചു. ഇവർ 40,000 രൂപ വീതം പിഴയടക്കണം. ഈ തുക പെൺകുട്ടിക്ക് കൈമാറാനും കോടതി വിധിച്ചു. പിഴത്തുക അടച്ചില്ലെങ്കിൽ 8 മാസം കൂടി തടവ് അനുഭവിക്കണം. 1 മുതൽ 3 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. അതിൽ വിവിധ വകുപ്പുകൾ പ്രകാരം, അതായത് IPC പിന്നെ പോക്സോ ആക്ട് പ്രകാരം ടോട്ടൽ 90 വർഷം കഠിന തടവാണ്. 90 വർഷം കഠിന തടവും 40,000 രൂപ പിഴയും. ഇത് ഫൈന് അടച്ചില്ലെന്നുണ്ടെങ്കിൽ 8 മാസം കൂടെ കഠിന തടവ്. ഇതാണ് കോടതി ഇന്ന് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയാവാത്ത 2 പേർക്കെതിരായ കേസ് തൊടുപുഴ ജുവനൈൽ കോടതിയുടെ പരിഗണനയിലാണ്. സംഭവ ദിവസം ഉത്തരേന്ത്യൻ തൊഴിലാളിയായ പെൺകുട്ടിയുടെ സുഹൃത്ത് മഹേഷ് കുമാർ യാദവ് കുട്ടിയെ രാജകുമാരിലെ മുറിയിലെത്തിച്ച് പീഡിപ്പിച്ചിരുന്നു. തുടർന്ന് ഇയാളുടെ സുഹൃത്തായ KM സിംഗിനൊപ്പം താമസ സ്ഥലത്തേക്ക് പറഞ്ഞുവിട്ടു. എന്നാൽ പൂപ്പാറയിലെത്തിയപ്പോൾ മദ്യം നൽകിയ ശേഷം പെൺകുട്ടിയെ ഇയാൾ ഉപദ്രവിച്ചു. ഈ സമയത്താണ് പൂപ്പാറ സ്വദേശികൾ യുവാവിനെ ആക്രമിച്ച ശേഷം പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. മഹേഷിനും KM സിംഗിനുമെതിരെയുള്ള കേസും ദേവികുളം കോടതിയുടെ പരിഗണനയിലാണ്. ന്യൂസ് 18 ഇടുക്കി. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം പൊറുക്കാനാകാത്ത തെറ്റാണ്. വയനാട് കൽപ്പറ്റയിൽ 14-കാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ച കേസിൽ കൂടി കോടതിയിൽ നിന്നും ശിക്ഷാവിധിയുണ്ടായി. നടവയൽ സ്വദേശി ഹുസൈന് 5 വർഷം കഠിന തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. പ്രതി 10,000 രൂപ പിഴയും അടയ്ക്കണമെന്ന്
കൽപ്പറ്റ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. സംഭവം നടന്ന് 4.5 വർഷത്തിന് ശേഷമാണ് കേസിൽ ശിക്ഷ വരുന്നത്. ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം. വീട്ടിൽ അതിക്രമിച്ചു കയറി കുട്ടിയെ ഭീഷണിപ്പെടുത്തി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. വീട്ടുകാരുടെ പരാതിയിൽ കൽപ്പറ്റ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അന്നത്തെ കൽപ്പറ്റ SI PJ ജെയിംസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ K റസാഖ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പോക്സോ കേസിലെ വിവിധ വകുപ്പുകൾ പ്രകാരം 3 വർഷത്തെ തടവിനും 5000 രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു. IPCയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം പ്രതിക്ക് 2 വർഷം തടവും 5000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ TG മോഹൻദാസ് ഹാജരായി. ന്യൂസ് 18 വയനാട്. എറണാകുളം എളങ്കുന്നപ്പുഴയിലെ പൊതുപ്രവർത്തകനും സംഗീതാധ്യാപകനുമായ KK ഉണ്ണികൃഷ്ണൻ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. കണ്ടാൽ മാന്യനാണെന്ന് തോന്നും. പക്ഷേ അടുത്തറിഞ്ഞപ്പോഴാണ് ഇയാളുടെ തനി സ്വഭാവം പുറത്തു വന്നത്. എളങ്കുന്നപ്പുഴ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഉണ്ണികൃഷ്ണൻ സംഗീതം പഠിക്കാനെത്തിയ യുവതിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. ഇയാളുടെ സ്ഥാപനമായ സോപാനത്തിൽ വെച്ചായിരുന്നു ലൈംഗിക അതിക്രമം. എളങ്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ പഞ്ചായത്ത് അംഗവുമാണ് അറസ്റ്റിലായ KK ഉണ്ണികൃഷ്ണൻ. സോപാനം എന്ന സംഗീത പരിശീലന സ്ഥാപനം നടത്തിവരുന്ന ഇയാൾ സംഗീതം പഠിക്കാനെത്തിയ 26-കാരിയായ അവിവാഹിതയെയാണ് പീഡിപ്പിച്ചത്. തുടർന്ന് പഠിക്കാൻ പോകില്ലെന്ന് യുവതി അറിയിച്ചതോടെയാണ് വീട്ടുകാർ പീഡന വിവരം അറിയുന്നത്. ഇതോടെ ഞാറയ്ക്കൽ പോലീസിൽ പരാതി നൽകി. അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണനെ ഞാറയ്ക്കൽ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. യുവതി മജിസ്ട്രേറ്റിനു മുന്നിൽ രഹസ്യമൊഴി നൽകി. കോൺഗ്രസ് റിബലായി മത്സരിച്ച് പഞ്ചായത്ത് അംഗമായ ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് പിന്തുണയോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായത്. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നതോടെ CPMുമായി അടുത്തു. നിലവിൽ CPM പ്രവർത്തകനാണ്. ന്യൂസ് 18 കൊച്ചി. പോലീസും വനംവകുപ്പും അട്ടപ്പാടിയിലെ വനമേഖലയിൽ കുടുങ്ങിയ ഒരു വാർത്തയിലേക്കാണിനി. കഞ്ചാവ് തോട്ടം തിരച്ചിലിനായി വനത്തിൽ പോയ പോലീസ് സംഘവും വനംവകുപ്പ് ജീവനക്കാരുമാണ് വഴിതെറ്റി കാട്ടിലകപ്പെട്ടത്. അഗളി DYSP അടക്കമുള്ള സംഘവും കൂട്ടത്തിലുണ്ട്. സംഘം സുരക്ഷിതരാണെന്നും പകൽ മടങ്ങിയെത്തുമെന്നും പോലീസ് അറിയിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് S വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, എങ്ങനെയാണ് ഈ പോലീസ് സംഘം വനത്തിലകപ്പെട്ടത്? ഇവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നുണ്ട്? ഇവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ? അട്ടപ്പാടി വനമേഖലയിൽ കഞ്ചാവ് കൃഷി നശിപ്പിക്കാൻ പോയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും അടങ്ങുന്ന സംഘമാണ് കാട്ടിൽ അകപ്പെട്ടിട്ടുള്ളത്. സാധാരണ നിലയിൽ 1-2 മാസം കൂടുമ്പോൾ ഇത്തരത്തിൽ കഞ്ചാവ് കൃഷി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി, എവിടെയെങ്കിലും കഞ്ചാവ് വിളയിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് നശിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് വനം വകുപ്പും പോലീസും എത്തിച്ചേരാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് പകൽ സംഘം പോയത്. 14 അംഗ സംഘമാണ് പോയത്. മുക്കാലി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘവും ഇവരുടെ കൂടെയുണ്ട്, വനം വകുപ്പ് സംഘവും ഇവരുടെ കൂടെയുണ്ട്. ഇവർ അഗളി വനമേഖലയോട് ചേർന്ന് അട്ടപ്പാടിയിലെ അഗളിയിൽ നിന്നാണ് ഇവർ വനമേഖലയിലേക്ക് തിരിഞ്ഞു പോയത്. തൊട്ടടുത്ത് സൈലന്റ് വാലിയാണ്. അതിനോട് ചേർന്നുള്ള മറ്റൊരു ഭാഗത്ത് തിരച്ചിൽ നടത്തിയ സംഘം പെട്ടെന്ന് കാട്ടിൽ നിന്ന് വഴിതെറ്റി മറ്റൊരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സംഘം സുരക്ഷിതമാണ്. എന്തായാലും അവരെ എത്രയും പെട്ടെന്ന് തന്നെ നാളെ രാവിലെയോടുകൂടി തന്നെ സംഘം തിരിച്ച് അട്ടപ്പാടിയിൽ നിന്ന് പാലക്കാട് എത്തും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ആരോരുമില്ലാത്തവരും രോഗികളുമായ എത്രയോ അമ്മമാരാണ് അഗതി മന്ദിരങ്ങളിൽ കഴിയുന്നത്. അവരെ നോക്കാൻ നിരവധി സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. പ്രായമാകുമ്പോൾ വൃദ്ധമാതാപിതാക്കളെ നോക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. പിന്നീട് അവരെ ഉപദ്രവിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഏറി വരുന്നു. കോഴിക്കോട് മുക്കത്ത് അമ്മയുടെ അനാരോഗ്യം കാരണം മകൻ തെരഞ്ഞെടുത്തത്
കൂട്ടമരണമാണ്. മുക്കം ഫയർ സ്റ്റേഷനിലെ ജീവനക്കാരനായ ഷിംജുവാണ് അമ്മയെ കഴുത്തു ഞെരിച്ച് കൊന്ന ശേഷം ജീവനൊടുക്കിയത്. ഷിംജുവിനെ വാടക വീടിന്റെ മുറ്റത്തെ മാവിൽ തൂങ്ങി മരിച്ച നിലയിലും അമ്മ ശാന്തയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. രാവിലെ തൊഴിലുറപ്പിനെത്തിയ സ്ത്രീകളാണ് ഷിംജുവിന്റെ മൃതദേഹം കണ്ടത്. തുടർന്ന് വീട്ടിനുള്ളിൽ ശാന്തയുടെ മൃതദേഹവും കണ്ടെത്തി. അമ്മയെ കൊന്ന ശേഷം ഷിംജു ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസ് വിലയിരുത്തൽ. ശാന്തയ്ക്ക് 6 വർഷം മുമ്പ് പക്ഷാഘാതം വന്നിരുന്നു. വിവാഹം കഴിഞ്ഞ സഹോദരിയോടൊപ്പമായിരുന്നു പിതാവ് താമസിച്ചിരുന്നത്. പൂർണ്ണമായും കിടപ്പിലായിരുന്ന അമ്മയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ഷിംജുവാണ്. അമ്മയുടെ അനാരോഗ്യമാണ് മരണം തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പും ലഭിച്ചിട്ടുണ്ട്. മോൻ ഈ മാവിൻ്റെ കൊമ്പത്താണ് തൂങ്ങിയിരിക്കുന്നത്. അമ്മ ആത്തും മരിച്ചെടുക്കുക. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അവന് ഇന്നലെ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. ഫയർഫോഴ്സിൽ നിന്ന് മുക്കത്താ ജോലി ചെയ്യുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ പണി 3/4 ഭാഗവും കഴിഞ്ഞു. വിവാഹിതനല്ല. അപ്പം അങ്ങനെ കല്യാണമൊക്കെ വേണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. ഇപ്പം അതെന്താ താൽക്കാലികമായിട്ട് മനുഷ്യന് സംഭവിക്കുന്ന ഒരു പ്രയാസം എന്നല്ലാണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല അതിനെപ്പറ്റി. അവിവാഹിതനായിരുന്നു ഷിംജു. വാടക വീടിനടുത്ത് നിർമ്മിക്കുന്ന പുതിയ വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലായിരുന്നു. ചേവായൂർ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കോഴിക്കോട്. ജനാല വഴി മരവടി കടത്തി അതിവിദഗ്ധമായി മോഷണം. അത് കഴിഞ്ഞ് തട്ടുകടയിൽ നിന്ന് സുഭിക്ഷമായ ഭക്ഷണവും. മോഷണ രംഗത്ത് പുതുമ തീർത്ത ഈ വിരുദ്ധനെ പൂട്ടാൻ ഒടുവിൽ പോലീസ് CCTV ദൃശ്യം പുറത്തുവിട്ടു. പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് കാസർഗോഡ് ബേക്കൽ പോലീസാണ് CCTV ദൃശ്യവും ഫോട്ടോയും പുറത്തുവിട്ടത്. കഴിഞ്ഞ 25-ന് പുലർച്ചെ 4-നും 4:30-നും ഇടയിൽ കാസർഗോഡ് ചേറ്റുകുണ്ടിലെ രമ്യയുടെ വീട്ടിൽ കവർച്ച നടന്നിരുന്നു. വീടിന്റെ കിടപ്പുമുറിയിലെ സ്റ്റഡി ടേബിളിന് മുകളിൽ വെച്ചിരുന്ന ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ച 1,81,500 രൂപ വില വരുന്ന 4.25 പവൻ സ്വർണ്ണമാലയും 1/4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമോതിരവും 1,500 രൂപയുമാണ് നഷ്ടമായത്. രമ്യയുടെ പരാതിയിൽ ബേക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും തുമ്പൊന്നും ലഭിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് കള്ളനെ വലയിലാക്കാൻ CCTV ദൃശ്യം പുറത്തുവിട്ടിരിക്കുന്നത്. മോഷണം കലയാണെന്ന് തമാശയ്ക്ക് പറയുമെങ്കിലും അത് കാര്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. പൈജാമ ധരിച്ച ഒരു യുവാവ് വടികൊണ്ട് വീടിന്റെ ജനാലയുടെ ഭാഗത്തേക്ക് നീങ്ങുന്നത് ദൃശ്യത്തിൽ കാണാം. ജനാലകൾ വഴി മരവടി കടത്തി അതിവിദഗ്ധമായാണ് മോഷണം. ഇതിനുശേഷം 2 കിലോമീറ്റർ ദൂരെയുള്ള തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതും പോലീസ് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണാം. പൈജാമ ധരിച്ച യുവാവ് മോഷണത്തിന് ശേഷം തൊപ്പി ധരിച്ചാണ് തട്ടുകടയിലെത്തിയത്. ഇവിടെ 10 മിനിറ്റോളം ചിലവഴിച്ച ശേഷമാണ് സ്ഥലം വിട്ടത്. മോഷ്ടാവിനെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ അറിയിക്കണമെന്ന് കാണിച്ച് ബേക്കൽ CIയുടെ നമ്പറും നൽകിയിട്ടുണ്ട്. യുവാവിനെ പിടികൂടിയാൽ സമാന രീതിയിൽ നടന്ന നിരവധി കവർച്ചകൾക്ക് തുമ്മുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ന്യൂസ് 18 കാസർഗോഡ്. നാടോടി സ്ത്രീകൾ നമ്മുടെ നാട്ടിലെ ബസ്സുകളിൽ ഉണ്ടെങ്കിൽ യാത്രക്കാർ സൂക്ഷിക്കുക. അവരിൽ ചിലരെങ്കിലും മോഷണം ലക്ഷ്യമിട്ടാകും ബസ്സിൽ കയറുക. മലപ്പുറം പൊന്നാനിയിൽ ബസ് യാത്രക്കാരിയായ യുവതിയുടെ 4.5 പവന്റെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത് നാടോടികളായ സഹോദരിമാരാണ്. ബസ്സിൽ മാല പൊട്ടിക്കുന്നത് പതിവാക്കിയ തമിഴ്നാട് സ്വദേശിനികളായ 2 പേരെയും പൊന്നാനി പോലീസ് പിടികൂടി. ബസ്സിൽ നിന്ന് 4.5 പവന്റെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതികളാണ് പൊന്നാനി പോലീസിന്റെ പിടിയിലായത്. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിനികളായ നന്ദിനി, ദിവ്യ എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. എടപ്പാൾ പൊന്നാനി റൂട്ടിലോടുന്ന ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യുവതിയുടെ 4.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് പിടിയിലായ യുവതികൾ കവർന്നത്.
മാല നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞ ഉടൻ തന്നെ യുവതി പൊന്നാനി പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളിൽ നിന്ന് മാല കണ്ടെത്തുകയായിരുന്നു. പയ്യന്നൂർ, പാലക്കാട്, കോഴിക്കോട് തുടങ്ങിയ വിവിധ സ്റ്റേഷനുകളിൽ സമാനമായ നിരവധി കേസുകളിൽ പ്രതികളാണ് പിടിയിലായവരെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇപ്പോൾ കള്ളന്മാരുടെ ശല്യം കൂടിയിരിക്കുകയാണ്. അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ചാണ് അവർ മോഷ്ടിക്കാൻ ഇറങ്ങുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ വീട്ടുകാർ ഇല്ലാത്ത സമയത്താണ് പൂട്ടുപൊളിച്ച് മോഷണം നടന്നത്. പെരിന്തൽമണ്ണ പാതായിക്കര സ്വദേശി വേണുഗോപാലിന്റെ വീട്ടിൽ നിന്ന് പണവും സ്വർണവും നഷ്ടപ്പെട്ടു. വീട്ടുകാർ കോയമ്പത്തൂരിൽ പോയ സമയത്ത് വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷണം. 4 പവനോളം സ്വർണ്ണാഭരണങ്ങളും 10,000-ഓളം രൂപയും നഷ്ടപ്പെട്ടു. ചെറുമകന്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച വൈകിട്ടോടെ വേണുഗോപാലനും കുടുംബവും കോയമ്പത്തൂരിലേക്ക് പോയതായിരുന്നു. കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ പിൻവാതിൽ തുറന്നു കിടക്കുന്ന നിലയിൽ കണ്ടത്. തുടർന്നുള്ള പരിശോധനയിലാണ് താഴത്തെ നിലയിലെ 2 കിടപ്പുമുറികളിലെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടത്. മുൻവശത്തെ വാതിലും തുറന്നിട്ട നിലയിലായിരുന്നു. ഞങ്ങളുടെ അറിവിൽ ഒരു 4 പവൻ പണ്ടം, പിന്നെ കുറച്ച് വെള്ളി സാധനങ്ങൾ, ഒരു സ്മാർട്ട് ഫോണ്, പിന്നെ പൈസ കാര്യമായിട്ടില്ല, ഒരു 10,000 രൂപ ഉണ്ടാവും ഒക്കെ കൂടി, ചില്ലറ പൈസ അങ്ങനെയൊക്കെ. പൈസ കാര്യമായിട്ടില്ല. ഈ 4 പവന്റെ ഗോൾഡാണ് പോയിട്ടുള്ളത്. അലമാരകളുടെ താക്കോൽ സമീപത്തു തന്നെ സൂക്ഷിച്ചിരുന്നു. അതെടുത്താണ് തുറന്നത്. പെരിന്തൽമണ്ണ പോലീസ് എത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും സ്ഥലം പരിശോധിച്ചു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 മലപ്പുറം. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം 2 യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. പള്ളത്ത് ട്രെയിൻ തട്ടി മരിച്ചത് മോഷണ കേസുകളിലെ പ്രതികളെന്ന് പോലീസ്. മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ റെയിൽവേ ട്രാക്കിലിരുന്ന് പരിശോധിക്കുമ്പോഴാണ് അബദ്ധത്തിൽ ട്രെയിൻ തട്ടി ഇവരുടെ മരണം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം പള്ളത്ത് പുലർച്ചെ 5:30 അപകടം. നാട്ടുകാർ വിവരമറിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം നടത്തിയതോടെയാണ് മരിച്ച യുവാക്കളെ തിരിച്ചറിഞ്ഞത്. നെല്ലിക്കട്ട നെക്രാജ സ്വദേശികളായ മുഹമ്മദ് സാഹിർ, നിഹാൽ എന്നിവരാണ് മരിച്ചത്. ഇരുവർക്കും 19 വയസ്സാണ്. മൃതദേഹങ്ങളുടെ സമീപം 4 മൊബൈൽ ഫോണുകൾ കണ്ടതിനെ തുടർന്ന് സംശയം തോന്നിയ പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ച 2 പേരും മോഷണ കേസുകളിലെ പ്രതികളാണെന്ന് തിരിച്ചറിഞ്ഞത്. മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ റെയിൽവേ ട്രാക്കിലിരുന്ന് പരിശോധിക്കുന്നതിനിടെ അബദ്ധത്തിൽ ട്രെയിൻ തട്ടിയതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പാളത്തിൽ 2 പേർ ഇരിക്കുന്നത് കണ്ടെന്നാണ് ലോക്കോ പൈലറ്റ് പോലീസിന് നൽകിയ മൊഴി. 2 പേർക്കും ചെറിയ ചെറിയ കളവ് കേസുകളൊക്കെ ഉണ്ട്. നമ്മുടെ സ്റ്റേഷനിലെ വിദ്യാർ സ്റ്റേഷനിലെ 2-3 കേസുകളിലെ പ്രതികളാണ് ഈ സഹീർ എന്ന് പറയുന്നത്. ബൈക്ക് മോഷണം, ചെറിയ മൊബൈൽ മോഷണമായിട്ട്. ട്രെയിനിൽ ചാടിയതല്ല, ആരും പിടിച്ച് തള്ളിയതല്ല, അവിടെ ഇരുന്നതായിട്ടാണ് ലോക്കോ പൈലറ്റ് പറയുന്നത്. കണ്ടയാൾ പറയുന്നത്. ലോക്കോ പൈലറ്റിനെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഗുഡ്സ് ട്രെയിൻ തട്ടിയാണ് യുവാക്കൾ മരിച്ചത്. മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് 18 കാസർഗോഡ്. കുടുംബ പ്രശ്നങ്ങൾ കാരണമുള്ള ആത്മഹത്യയും കൊലപാതകവും കേരളത്തിൽ ഇപ്പോൾ നിത്യസംഭവമാണ്. പാലക്കാട് കോട്ടായിലെ വീട്ടിലാണ് ഏറ്റവും ഒടുവിൽ ഒരു ദുരന്തമുണ്ടായത്. 10 ദിവസം മുൻപ് 3 വയസ്സുള്ള കുഞ്ഞുമായി ആത്മഹത്യക്ക് ശ്രമിച്ച അമ്മ മരിച്ചു. കരിയങ്കോട് സ്വദേശി സുരേഷിന്റെ ഭാര്യ ബിൻസിയാണ് മരിച്ചത്. 3 വയസ്സുകാരി മകൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഭർത്താവുമായി പിണങ്ങിയായിരുന്നു ബിൻസി കടുങ്കൈ ചെയ്തത്. അച്ഛനമ്മമാർ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളുടെ മറ്റൊരിരയാണ് ആ 3 വയസ്സുകാരി. അവൾ ജീവിതത്തിലേക്ക് തിരികെ എത്തുമ്പോൾ ആരുണ്ടാകും അവളെ നോക്കാൻ എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ